വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇത്തവണ ക്രിസ്മസിന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കുക്കീസ് ഉണ്ടാക്കി നോക്കിയാലോ? ലേസ് കുക്കീസ്. പേര് പോലെ തന്നെ നല്ല കനം കുറഞ്ഞ തൂവാല പോലെ ലേസ് പോലെ ഇരിക്കുന്ന ഈ കുക്കീസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ? ഞാനിവിടെ 2/3 കപ്പ് ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 10 ടേബിൾ സ്പൂണും അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂണും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഒരുപാട് ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിത് കഴിക്കുമ്പോൾ അതിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടണം. ആ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്തിട്ട് നമുക്കൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോൺ സിറപ്പ് അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തേനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ഈ പഞ്ചസാരയും ബ്രൗൺ ഷുഗറൊക്കെ നന്നായി നമുക്കൊന്ന് ഉരുക്കി കിട്ടണം. അതേപോലെ തന്നെ ബട്ടറും നന്നായി മെൽറ്റായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉരുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. ഇപ്പോൾ പഞ്ചസാരയും ബ്രൗൺ ഷുഗറൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇത് നന്നായി തിളച്ചും വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആൽമണ്ട്സ് ഇതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. എന്നാൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കുക്കീസാണ്. ഇതിൻ്റെ ഡോ എന്ന് പറയുന്നത് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആയിരിക്കും. നമ്മൾ ടോഫിയൊക്കെ കഴിക്കുമ്പോൾ ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാവില്ലേ, ആ സെയിം സ്റ്റിക്കിനെസ് ആയിരിക്കും ഇതിൻ്റെ ഡോവിന് ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോവിൽ നിന്ന് 1.5 ടീസ്പൂൺ ഡോ എടുത്തിട്ട് ഒരു ബേക്കിംഗ് ട്രേയിൽ പാർച്ച്മെൻറ്റ് പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ കുക്കീസിൻ്റെ ഡോ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ നന്നായി ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ കുക്കീസ് നന്നായി സ്പ്രെഡായി വരുന്നൊരു കുക്കീസാണ്. ഹൈറ്റ് വെക്കില്ല, പക്ഷേ ഒന്ന് പരന്ന് നന്നായി സ്പ്രെഡായി വരുന്ന കുക്കീസാണ്. അപ്പോൾ അത് കാരണം തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അത്യാവശ്യം നന്നായി തന്നെ ഗ്യാപ്പ് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവനിൽ വെച്ചിട്ട് 180 ഡിഗ്രീസിൽ 9 മുതൽ 13 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. എനിക്ക് 13 മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ ബേക്കായി കിട്ടാനായിട്ട്. ഈ കുക്കീസ് സ്പ്രെഡായി കഴിഞ്ഞ് അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് സെറ്റിലാകുന്നത് വരെയാണ് അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായി പരന്ന് വന്നിട്ടുണ്ട്, സ്പ്രെഡായി പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ കുക്കീസ് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയിത് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കുക്കീസും 1.5 ടീസ്പൂൺ വീതം നമുക്ക് അളന്നെടുത്ത് ബേക്ക് ചെയ്തെടുക്കാം. കുറച്ച് കഴിയുന്തോറും ഈ ഡോ നന്നായിട്ട് ഹാർഡായതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ പേടിക്കേണ്ട, കറക്റ്റായിട്ട് നമ്മളിത് മെഷർ ചെയ്ത് നമ്മൾ കുക്കീസ് ഉണ്ടാക്കാൻ മാത്രം മതിയാവും. കുക്കീസിൻ്റെ അളവ് കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അളവ് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് പരന്ന് വരും. അപ്പോൾ എല്ലാ കുക്കീസും നമ്മൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ. കുക്കീസ് നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഈ കുക്കീസ് ഇത് ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും ഒരുപാട് പേര് അല്ലേ. ചിലർക്കൊക്കെ അറിയായിരിക്കും. എന്നാലും ഈ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു കുക്കീസാണ്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിയേ. അവർ നല്ല സ്നേഹത്തോടെ ഇഷ്ടത്തോടെ കഴിക്കും. ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടുള്ളൂ. ഒരുപാട് ക്രിസ്മസ് റിലേറ്റഡ് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേക്ക് ആണെങ്കിലും കുക്കീസ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെറൈറ്റി റെസിപ്പീസ് വേണ്ട എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് കണ്ടു നോക്കണേ. ഡൈൻ വിത്ത് ആൻ.